നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ നഗരത്തിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ്. മരങ്ങൾ കടപുഴകി വീടുകൾക്ക് നാശനഷ്ടം. ഗതാഗതവും വൈദ്യുത വിതരണവും തടസ്സപ്പെട്ടു. കാത്തിരിപ്പിന് വിരാമമിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. ആഹ്ലാദം പ്രകടിപ്പിച്ച മൂവാറ്റുപുഴ നഗരത്തിൽ പ്രകടനം നടത്തി. വി.ഡി. സതീശൻ അനുകൂലികളാണ് പ്രകടനം നടത്തിയത്. കേരള ജനതയ്ക്ക് ആഹ്ലാദകരമായ നിമിഷമെന്ന് സതീശൻ അനുകൂലികൾ. മാറ്റത്തിനൊരുങ്ങി നഗരസഭ ഡ്രീംലാൻഡ് പാർക്ക്. 50 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരിക്കുന്നത്. കേരളത്തിലെ മികച്ച നഗരപാർക്കുകളിൽ ഒന്നാക്കി മാറ്റാൻ ലക്ഷ്യം. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭാഗവത പാരായണ സമർപ്പണം നടന്നു. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ വാസുദേവ ശർമ്മ കാർമ്മികത്വം വഹിച്ചു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗരത്തിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ്. വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെടുകയും ചെയ്തു. മൂവാറ്റുപുഴ നഗരത്തിൽ വ്യാഴാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം. നഗരത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് 3:30 ഉണ്ടായ ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും കൃഷികൾ നശിക്കുകയും ചെയ്തു. PO ജംഗ്ഷൻ, ആരക്കുഴ റോഡ്, 130 ജംഗ്ഷൻ, മാറാടി, കായനാട്, വാഴക്കുളം തുടങ്ങി നിരവധിയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നാശനഷ്ടം സംഭവിക്കുകയും വൈദ്യുത ലൈനുകൾ പൊട്ടി വീഴുകയും പോസ്റ്റുകൾ ഒടിയുകയും ഉൾപ്പെടെ കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചത്. വിവിധ കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ ശക്തമായ കാറ്റിൽ പറന്നുപോയി. PO ജംഗ്ഷനിലെ ആരക്കുഴ റോഡ്, പെരുമ്പാവൂർ റോഡ് തുടങ്ങി നിരവധിയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. 130 ജംഗ്ഷനിൽ മാടവന ക്ഷേത്രത്തിന് മുന്നിലും മരം കടപുഴകി വീഴുകയും ക്ഷേത്രത്തിന്റെ ആർച്ച നിലംപതിക്കുകയും ചെയ്തു. മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതവും വൈദ്യുത വിതരണവും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ തിരഞ്ഞെടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച മൂവാറ്റുപുഴ നഗരത്തിൽ വി.ഡി. സതീശൻ അനുകൂലികൾ പ്രകടനം നടത്തി. വി.ഡി. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിൽ ആകമാനമുള്ള ജനങ്ങൾക്കും ആഹ്ലാദകരമായ നിമിഷമാണെന്നും സതീശൻ അനുകൂലികൾ. കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ തെരഞ്ഞെടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മൂവാറ്റുപുഴ നഗരത്തിൽ വി.ഡി. സതീശൻ അനുകൂലികൾ പ്രകടനം നടത്തി. മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മൂവാറ്റുപുഴ നഗരത്തിൽ വി.ഡി. സതീശൻ അനുകൂലികൾ നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം PO ജംഗ്ഷനിൽ സമാപിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായതെന്ന് വി.ഡി. സതീശൻ അനുകൂലികൾ പറഞ്ഞു. വി.ഡി. സതീശൻ ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഇന്നിതാ കേരളത്തിൻ്റെ അഭിമാനമായി കേരള ജനതയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ AICC തയ്യാറായി എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറെ ആഹ്ലാദകരമാണ്. നിലപാടുകളുടെ രാജകുമാരനായി കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തകർന്നടിഞ്ഞ UDFനെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ട് വി.ഡി. സതീശൻ 100-ലേറെ സീറ്റുകളുമായി കേരള ജനത വി.ഡി. സതീശനെ അംഗീകരിച്ചുവെങ്കിൽ അദ്ദേഹം തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരേണ്ടത്. വി.ഡി. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിൽ ആകമാനമുള്ള ജനങ്ങൾക്കും ആഹ്ലാദകരമായ നിമിഷമാണെന്നും സതീശൻ അനുകൂലികൾ പറഞ്ഞു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. കേരള
കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യമർപ്പിച്ച് മൂവാറ്റുപുഴയിൽ വിജയാഹ്ലാദ ഘോഷയാത്ര സംഘടിപ്പിച്ചു. കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിജയാഹ്ലാദ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത വി.ഡി. സതീശന് അഭിവാദ്യമർപ്പിച്ച് മൂവാറ്റുപുഴ നഗരത്തിൽ വിജയാഹ്ലാദ ഘോഷയാത്ര സംഘടിപ്പിച്ചു. കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിജയാഹ്ലാദ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മുൻ എം.എൽ.എ. എൽദോസ് കുന്നപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന ഇടതുപക്ഷ മുന്നണി ഈ നാടിനെ ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു പുതിയ ഗവൺമെന്റ് എന്നുള്ളത് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്കൊത്തുയരുവാൻ ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി നിയമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളം ആഗ്രഹിക്കുന്ന നിലപാടുകളുടെ രാജകുമാരൻ, ഏതു പ്രശ്നങ്ങളിലും വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തുന്ന ഏതു വർഗീയവാദിയുടെ മുൻപിലും നട്ടെല്ലോടുകൂടി നിവർന്ന് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി മതേതര സ്വപ്നങ്ങൾ ഈ രാജ്യത്തിന് സമ്മാനിക്കാൻ കഴിയുന്ന കരുത്തുള്ള നേതാവായ ശ്രീ വി.ഡി. സതീശനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളത് ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലെ 102 സീറ്റുകളിലും ഉജ്ജ്വലമായ വിജയം കൈവരിച്ച് മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ 10 ദിവസങ്ങളിലായി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോസസിംഗ് നടന്നപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന്. ഇവിടുത്തെ ആളുകൾ പരിഹസിച്ചുകൊണ്ട് പല വിമതന്മാരും അതോടൊപ്പം തന്നെ സംഘികളും ബി.ജെ.പി. നേതാക്കന്മാരും മാർക്സിസ്റ്റുകാരും ചോദിച്ചെങ്കിൽ ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി ഭരണം മുന്നോട്ട് പോകാൻ പോകുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലേക്ക് എത്തുന്ന യു.ഡി.എഫ് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ച് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം നെഹ്റു പാർക്ക് ചുറ്റി പി.ഒ. ജംഗ്ഷനിൽ സമാപിച്ചു. മൂവാറ്റുപുഴ നഗരത്തിന്റെ പുഴയോരത്ത് ലതാ പാർക്കിനരികിലെ ഡ്രീംലാൻഡ് നഗരസഭാ പാർക്ക് മാറ്റത്തിനൊരുങ്ങുന്നു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയുടെ സമഗ്ര നവീകരണ പ്രവർത്തനങ്ങളാണ് നഗരസഭ തുടക്കമിടുന്നത്. മൂവാറ്റുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പുഴയോരത്ത് ലതാ പാർക്കിനരികിലെ ഡ്രീംലാൻഡ് നഗരസഭാ പാർക്ക് മാറ്റത്തിനൊരുങ്ങുന്നു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയുടെ സമഗ്ര നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് മൂവാറ്റുപുഴ നഗരസഭ തുടക്കമിടുന്നത്. കേരളത്തിലെ മികച്ച നഗര പാർക്കുകളിൽ ഒന്നാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 4.5 ഏക്കർ വിസ്തൃതിയുള്ള പാർക്കിന്റെ പകുതി ഭാഗത്താണ് ആദ്യഘട്ട വികസനം നടപ്പാക്കുന്നത്. പുതിയ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് പ്രകാരം ലഭ്യമായ സ്ഥലത്തിന്റെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്ന രീതിയിലാണ് വികസന പ്രവർത്തനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പാർക്കിലെത്തുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് ഏറെ നാളായി സന്ദർശകരും നാട്ടുകാരും നേരിട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നായിരുന്നു. ഇതിന് സ്ഥിര പരിഹാരമായി പാർക്കിനുള്ളിൽ തന്നെ ക്രമബദ്ധമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതും പുതിയ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു വലിയ പ്രശ്നമായിരുന്നു മുനിസിപ്പൽ പാർക്കിൻ്റെ ശോചനീയാവസ്ഥ എന്നുള്ളത്.
അതിനൊരു പരിഹാരം കണ്ടിട്ട് തന്നെയാണ് കഴിഞ്ഞ ഭരണസമിതി ഇറങ്ങിയിട്ടുള്ളത്. 50 ലക്ഷം രൂപ അതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. ആ പദ്ധതിയുടെ പൂർത്തീകരണം ഈ ഒരു ഭരണസമിതി ഏറ്റെടുത്തിരിക്കുകയാണ്. സന്തോഷത്തോടുകൂടി അറിയിക്കട്ടെ, ഈ അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ്. 50 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിൽ പാർക്കിംഗ് ഉൾപ്പെടെ ഉള്ള ഒരു DPR ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ എഗ്രിമെൻറ്റ് ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും തന്നെ നമ്മൾ പൂർത്തിയാക്കി അടുത്ത ആഴ്ചയോടുകൂടി പണി ഇവിടെ ആരംഭിക്കുകയാണ്. പാർക്കിൻ്റെ എൻട്രൻസ് വരുന്ന ഏരിയ തൊട്ട് താഴ്ഭാഗത്തേക്ക് അത്യാവശ്യം കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്കിംഗ് ഏരിയ, അതിനുള്ള പ്രൊവിഷൻ നമ്മളവിടെ ഒരുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ മുൻവശത്ത് തന്നെ അതിമനോഹരമായ ഒരു ഫൗണ്ടൻ ഒരുക്കുന്നുണ്ട്. മറ്റൊരു വലിയ പ്രശ്നമായിരുന്നു ഇവിടുത്തെ കളിയുപകരണങ്ങൾ കേടുവരുന്നു എന്നുള്ളത്. വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ്. ഈ ഒരു പദ്ധതി വരുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു പണം മുടക്കി അത് വേസ്റ്റ് ആക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നഗരസഭ എത്തിയത്. കുട്ടികൾക്കായുള്ള ആധുനിക കളി ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനായി നഗരസഭ പ്രത്യേകമായി 10 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. പാർക്കിനെ കുടുംബങ്ങൾക്കും യുവജനങ്ങൾക്കും കൂടുതൽ ആകർഷകമാക്കുന്ന രീതിയിൽ നൈറ്റ് ലൈഫ് സൗകര്യങ്ങൾ, ലൈറ്റിംഗ് സംവിധാനങ്ങൾ, ഇരിപ്പിടങ്ങൾ, വാക്ക്വേ, സൗന്ദര്യവൽക്കരണം എന്നിവയും പദ്ധതിയുടെ ഭാഗമായി പരിഗണനയിലാണ്. മൂവാറ്റുപുഴയുടെ നഗര സൗന്ദര്യത്തിന് പുതിയ അധ്യായമാകുന്ന ഈ നവീകരണ പദ്ധതി കുടുംബങ്ങൾക്കും കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതായി മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത പാരായണ സമർപ്പണം നടന്നു. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ വാസുദേവ ശർമ്മ കാർമ്മികത്വം വഹിച്ചു. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വൈശാഖ മാസത്തോടനുബന്ധിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷ സാവിത്രി അന്തർജനത്തിന്റെ ഭാഗവത പാരായണം സംഗ്രഹാധ്യായത്തോടെ സമർപ്പണം ചെയ്തു. ഭാഗവതാചാര്യ വല്യ ടീച്ചർ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ വാസുദേവ ശർമ്മ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് എസ്, സെക്രട്ടറി അഖിൽ MT, ദേവസ്വം സെക്രട്ടറി CK വിനോദ് കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ആയവന കിഴക്കേടത്ത് പരേതനായ പൗലോസിന്റെ മകൾ സിനു പോൾ നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 11-ന് ആയവന SH പള്ളിയിൽ. മാതാവ് സിസിലി, സഹോദരങ്ങൾ മിനി, സിമ്മി, ടോജോ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.